welcome back to my channel stylewithsony. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കവിള് തുടുക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ്. ഇത് പ്രവിത എന്ന് പറഞ്ഞൊരു സബ്സ്ക്രൈബർ എനിക്ക് റിക്വസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ പ്രവിതയ്ക്ക് കല്യാണം ആകാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഒട്ടിയ കവിളാണ്. ചേച്ചി എന്താ ചെയ്യേണ്ടതെന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഇതിൽ ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് തുടുത്ത കവിളായിരുന്നു. അത് ഞാൻ കഷ്ടപ്പെട്ട് ഞാനത് കുറച്ചതാണ്. എനിക്ക് ഒരുപാടുണ്ടായിരുന്നു. ഒരുമാതിരി വീർത്തിരിക്കുമായിരുന്നു എൻ്റെ കവിള്. ഞാനത് കുറച്ചതാണ്. അപ്പോൾ ഞാൻ കുറച്ചത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി നിങ്ങളത് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി പറഞ്ഞുതരാം. ഇനി കവിൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. കവിൾ തുടുക്കാൻ വേണ്ടിയിട്ട് 3 എക്സസൈസാണ് ഞാനിവിടെ പറയുന്നത്. അത് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ഒരാഴ്ചയ്ക്കുള്ളിൽ നല്ല തുടുത്ത കവിളുകൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ വെൽക്കം ടു യുവർ ഫാമിലി. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താഴത്ത് കാണുന്ന കുഞ്ഞു റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവും ഈ സ്ക്രീനിൻ്റെ താഴത്ത്. അതൊന്ന് പ്രസ് ചെയ്യുക. അത് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു കുഞ്ഞു ബെല്ലൈക്കണും കൂടെ വരും. അതും കൂടെ പ്രസ് ചെയ്യുക. അതും കൂടെ പ്രസ് ചെയ്താൽ മാത്രമേ ഇനി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ കവിള് തുടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 സ്റ്റെപ്പിലായിട്ടാണ് ഈ മെത്തേഡ് കാണിച്ചു തരുന്നത്. ഒരു ടിപ്പും 4 സ്റ്റെപ്പുമാണ്, അല്ലെങ്കിൽ 4 എക്സസൈസും ആണുള്ളത്. ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുളിക്കാൻ നേരത്ത് നമുക്ക് ഒരു കവിള് നിറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ കുളിക്കാൻ നോക്കുക. അപ്പോൾ ആ ഫുൾ കുളി കഴിയുന്നവരെ നമ്മൾ ആ വെള്ളം തുപ്പിക്കളയരുത്. ഇത്തിരി ബുദ്ധിമുട്ടാണ്. ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് കഴിഞ്ഞിട്ടേ നമ്മൾ തുപ്പിക്കളയാറുള്ളൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കവിളിൽ നമ്മളിങ്ങനെ കൊച്ചുപിള്ളേരൊക്കെ പിടിക്കില്ലേ, അതുപോലെ 2 വശത്തും ഇങ്ങനെ വലിച്ച് പിടിക്കുക. അതൊരു 50 തവണയൊക്കെ നമ്മൾ ഒരു ദിവസം ചെയ്താൽ മതി. 2 നേരമായിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ 100 തവണയൊക്കെ ചെയ്യാം. 50 തവണയായിട്ട് രാവിലെയും വൈകിട്ടും ചെയ്യുക. അത് നന്നായിട്ട് നമ്മുടെ കവിളിനെ എന്താ പറയുക തുടുക്കാൻ സഹായിക്കും. രണ്ടാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ കവിളിനെ അപ്ലിഫ്റ്റ് ചെയ്യുക, അതായത് മുകളിലായിട്ട് ഉയർത്തുക. അങ്ങനെ ഉയർത്തുന്ന വഴി നമ്മുടെ ഒരു ഡബിൾ ചിന്നൊക്കെ ഉണ്ടാകത്തില്ലേ, 2 താടിയൊക്കെ വരുന്നതൊക്കെ മാറും. നന്നായിട്ട് സുന്ദരമായ കവിള് നമുക്ക് കിട്ടും. 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ വെള്ളം ഇതുപോലെ വായിൽ കൊണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ വായിനെ മാക്സിമൈസ് ചെയ്ത് നമ്മളത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ നോക്കുക. അങ്ങനെ മാറ്റുന്നതോടെ നമ്മുടെ കവിളിലെ മസിൽസൊക്കെ നന്നായിട്ട് ലൂസാവും. അങ്ങനെ കവിൾ നന്നായിട്ട് തുടുക്കാനും ചാൻസ് കിട്ടും. അപ്പോൾ മെലിഞ്ഞ കവിളുള്ള എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. 1 വീക്കിനുള്ളിൽ എന്തായാലും നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ മറക്കാത്ത വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ എപ്പോഴും റെഡ് കളറിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടെങ്കിൽ അതൊന്ന് പ്രസ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണണം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.